മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ PR പ്രതിനിധിക്ക് CPM ബന്ധം. PR ഏജൻസിയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞ സുബ്രഹ്മണ്യമാണ് ഇന്റർവ്യൂവിന് ശേഷം കൂട്ടിച്ചേർക്കാനുള്ള വിവരണം നൽകിയതെന്ന് മാധ്യമപ്രവർത്തക വ്യക്തമാക്കിയിരുന്നു. CPM മുൻ MLA-യും കയർഫെഡ് ചെയർമാനുമായ TK ദേവകുമാറിന്റെ മകനാണ് സുബ്രഹ്മണ്യൻ. ഇതിനോട് പിന്നിൽ പാർട്ടി തന്നെയെന്ന സൂചനയാണ് നൽകുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ PR ഏജൻസിക്ക് പിന്നിൽ, PR ഏജന്റിന് പിന്നിൽ പാർട്ടിയാണ് എന്ന കാര്യം കൂടുതൽ വ്യക്തമാവുകയല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? KP സുരേഷ്, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം പൂർത്തിയായതിനു ശേഷം ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു വാർത്താക്കുറിപ്പ് നൽകുന്നത്. അത്തരത്തിൽ വാർത്താക്കുറിപ്പ് നൽകുന്നത് CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ TK ദേവകുമാർ. അദ്ദേഹം പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി തന്നെയാണ്. പ്രത്യേകിച്ചും VS അച്യുതാനന്ദൻ്റെ ഒപ്പം നിന്നിട്ട് പിണറായി പക്ഷത്തേക്ക് ചാഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ കയർഫെഡിൻ്റെ ചെയർമാൻ സ്ഥാനവും നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് സുബ്രഹ്മണ്യമാണ് ഇത്തരത്തിൽ ഈ ഹിന്ദു പത്രത്തിൻ്റെ ആ അഭിമുഖത്തിനെത്തിയ മാധ്യമ പ്രവർത്തകയ്ക്ക് ഈ കുറിപ്പ് നൽകിയതെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പാർട്ടി അറിയാതെയാവില്ല, മുഖ്യമന്ത്രി അറിയാതെയാവാനുള്ള സാധ്യതയും കുറവാണ്. അഥവാ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അത് കൃത്യമായ ലക്ഷ്യത്തോടെ പാർട്ടി ഓപ്പറേറ്റ് ചെയ്ത ഒരു സംഭവമായി തന്നെ കാണേണ്ടി വരും. മറ്റൊരു ബന്ധവും നമുക്ക് ഈ സുബ്രഹ്മണ്യത്തിന് മുന്നോട്ട് വെക്കാനുമില്ല. ഏറെ നാളായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് സുബ്രഹ്മണ്യം. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഇത്തരം ഒരു വളരെ വിവാദമായ കൂട്ടിച്ചേർക്കൽ കൊടുക്കണമെങ്കിൽ അത് കൃത്യമായ പാർട്ടിയുടെ അറിവോടെയാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിലേക്ക് തന്നെയാണ് ഈ ബന്ധവും വിരൽ ചൂണ്ടുന്നത്. അത് ഇത്രയും വിവാദമായ ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ പേരിൽ കൊടുക്കണമെങ്കിൽ അതൊരു സാധാരണ രീതിയിൽ ഒരു തരത്തിലും അനുമതിയില്ലാതെ ചെയ്യാനുള്ള സാധ്യതയിൽ ഇത് തൊട്ടടുത്ത ദിവസം ഇത് പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് കൃത്യമായ ധാരണയോടുകൂടി തന്നെ ചെയ്തു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അവിടെ തന്നെ ഈ വ്യക്തി തുടരുകയും ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയുടെയോ അറിവോടുകൂടി തന്നെ ചെയ്തു. അതിന് കൃത്യമായ പാർട്ടിയുടെ ബന്ധവും വ്യക്തമാകുന്നതാണ് ഈ കാര്യം. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിനെ നിഷേധിച്ചുകൊണ്ടെത്തുന്നതും 36 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഇതെല്ലാം അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. എന്തുകൊണ്ട് ഈ 36 മണിക്കൂർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയില്ല? അവിടെ കൃത്യമായ കാര്യങ്ങൾ എന്ത് സൂചിപ്പിക്കണം, എന്ത് പഠിക്കണം, എന്ത് വിശദീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ചില കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസും ശിവൻകുട്ടിയും അടക്കം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ള വസ്തുതയും നിലനിൽക്കുന്നത്. PR ഏജൻസിനെ തള്ളിക്കളയുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തന്നെയാണ്, ആ മന്ത്രിസഭയെ തന്നെയാണ് വലിയ ലക്ഷങ്ങളും കോടികളും ഈ PR ഏജൻസിക്ക് നൽകിയത് എന്നത് വ്യക്തമാണ്. PR ഏജൻസികളാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അതിനുവേണ്ടി വലിയ ധൂർത്ത് തന്നെ സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്ന കാര്യങ്ങൾക്ക് കൂടി സ്ഥിരീകരണമാവുകയാണ് നിലവിലെ സാഹചര്യം, അല്ലേ? KP സുരേഷ്, അങ്ങനെ തന്നെയാണ്. അത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, പല പ്രമുഖ മന്ത്രിമാർക്കും ഇത്തരത്തിൽ PR ഏജൻസികളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രധാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഞാൻ കൊല്ലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ നേരത്തെ വിളിച്ചു പറയുകയാണ്, ഇന്ന് പൊതുമരാമത്ത് മന്ത്രി ഇൻസ്പെക്ഷന് വരുന്നുണ്ട്, ഇവിടെ വെച്ച് ഉദ്യോഗസ്ഥരെ വഴക്ക് പറയും. അത് മണിക്കൂറുകൾക്ക് മുമ്പേ ഉദ്യോഗസ്ഥരെ വഴക്ക് പറയാൻ മുൻകൂട്ടി തീരുമാനിച്ച് അത് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ഇത്തരം PR വർക്കുകൾ നടക്കുന്നു, വലിയ നാടകങ്ങൾ കളിക്കുന്നു, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണമായ നീക്കം നടക്കുന്നു, അതിന് വലിയ തുക ചിലവഴിക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. അത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. അത്തരം PR വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് സാധാരണ ജനങ്ങൾ യഥാർത്ഥ വികസനം കൊണ്ടുവരുന്നതിന് പകരം ഇത്തരം PR വർക്കിന് വേണ്ടി പണം ചിലവഴിക്കുന്നു. നമുക്ക് അറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മാധ്യമങ്ങളിലൂടെ ചെയ്ത പരസ്യങ്ങളൊക്കെ എത്ര കോടി രൂപ അതിനായി ചിലവഴിച്ചു. അപ്പോൾ അത്തരത്തിൽ തുക മുടക്കി തന്നെയാണ് തുടർഭരണം വന്നതും ഇപ്പോൾ ഇനിയും ഒരു ഭരണം എന്ന പ്രതീക്ഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ നടത്തിയ ഒരു നീക്കമായിരുന്നു. ആ നീക്കം പാളി വലിയ രീതിയിൽ വിവാദമാണ് ഉണ്ടായതെന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് വന്നത്. നമുക്ക് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നോക്കിയാൽ ഇത്തരത്തിലുള്ള വിവാദപരമായ പരാമർശങ്ങൾ, അതായത് ഇന്ന് വരെ അവർക്കൊപ്പം നിന്നിട്ട് ഇപ്പോൾ മതരാഷ്ട്രവാദം എന്നതൊക്കെ മുന്നോട്ട് ചർച്ച കൊണ്ടുവരുന്നത് CPM തന്നെയാണ്. എന്തുകൊണ്ട്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടിയിൽ അതിൽ ഹൈന്ദവ വോട്ടുകളുടെ വലിയ കുറവുണ്ടായി, കൈവിട്ടു പോകുന്നു കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായാണ് P. ജയരാജന്റെ പ്രസ്താവന വരുന്നു, മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറയുന്നു, MV ഗോവിന്ദൻ പറയുന്നു,
അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഈ രീതിയിൽ AK ബാലൻ പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരും ഇത്തരത്തിലുള്ള SDPIയെയും എല്ലാം ജമാഅത്ത് ഇസ്ലാമിയെ എല്ലാം വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. PV അൻവറിന്റെ പിന്നിൽ ഇവരാണെന്ന് പറയുന്നു. ഇത്തരം നീക്കങ്ങളെല്ലാം നടക്കുമ്പോൾ അത് ഒരു പ്രത്യേക സംഭവം ഉണ്ടാവാതെ തന്നെ ഇതിനൊക്കെ തുടക്കം വരുന്നു. അതിനുമുമ്പ് PV അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ വരുന്നു. ഇതെല്ലാം CPMലെ വിഭാഗീയതയുടെ ഭാഗവും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങളുടെയും ഭാഗമായി തന്നെ കരുതണം. അതിൽ പാർട്ടിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന മലപ്പുറം വിവാദത്തിലും പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് സുബ്രഹ്മണ്യത്തിന്റെ സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങൾ. KP സുരേഷ്. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.